ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. അപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദേ വന്നു ദാ പോയി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അവസാനം ഇന്ത്യയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലും കിട്ടി ഒരു കേസ്. 25 തുടങ്ങി, ഇപ്പോൾ 5-ാമത്തെ മാസം, മെയ് മാസം സ്റ്റാർട്ടായി കഴിഞ്ഞു. ഏകദേശം എൻ്റെ ഒരു അറിവിൽ ജനുവരിയിൽ ഒരു കേസ് വന്നായിരുന്നു. പിന്നെ ഇതാ വന്നു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഒന്നും കയ്യിൽ കിട്ടിയില്ലായിരുന്നു. AKCന്ന് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ബ്ലിങ്കിറ്റിൽ ഭാഗ്യത്തിന് കുറേ, മോസ്റ്റ്ലി എല്ലാം തന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റി. നമുക്ക് TH കിട്ടി, STH കിട്ടി, എല്ലാം ബ്ലിങ്കിറ്റിൻ്റെ അനുഗ്രഹമായിരുന്നു. പിന്നെ ഒരു കേസും വന്നില്ല, BCD ഒന്നും വന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് J കേസാണ് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൽ വന്ന് ഇറങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ടേ നമ്മൾ പൊക്കി. പക്ഷേ ഈ ബോക്സ് നമ്മൾ നോക്കണ്ട, ബോക്സ് കഴിഞ്ഞ വർഷത്തിൻ്റെയാണ്. നമ്മൾ എപ്പോഴും ഈ ബോക്സും കൊണ്ടാണ് മേടിക്കാൻ പോകാറുള്ളത്. കാരണം കാർഡ് ബെൻഡ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു ബോക്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇതിനകത്താണ് സാധനം. അപ്പോൾ അവസാനം അങ്ങനെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയ പാടെ നമ്മളൊരു 33 അങ്ങോട്ട് പൊക്കി. അതാണ് ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. കാരണം എൻ്റെ അറിവിൽ ഇത് പുറത്തൊന്നും അത്രയും അവൈലബിലിറ്റി ആയി തുടങ്ങിയിട്ടില്ല. നമുക്കൊരു സ്ഥിരം ഒരു ഷോപ്പുണ്ട് ഇവിടെ. പുള്ളിക്കാരന് വരുമ്പോഴേ നമ്മൾ എടുക്കും, നമ്മളെ വിളിച്ച് പറയും, വന്നോണ്ടേ നമ്മൾ പൊക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവരെ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് നമ്മൾ ബോക്സിൽ നിന്ന് എടുത്തത്, ആദ്യം ഇരുന്ന ആൾ BMW 635 CSA ആയിരുന്നു. അപ്പോൾ ഇവനെ നമുക്ക് വയ്ക്കാം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ ഒരു 34 കാറ് എടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ ഇത് വന്ന് ഹോട്ട് വീൽസിന്, മാറ്റലിൻ്റെ ഒരു 80th ആനിവേഴ്സറി എഡിഷൻ്റെ വണ്ടിയാണ്. ഇതൊരു ഫാൻറ്റസിയാണ്, പക്ഷേ സാധനം സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂൾ കോമ്പി ഇറങ്ങിയെന്ന് നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ തന്നെ ഏകദേശം കളറും പിന്നെ 80th ഇയറിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഡ്രീം മൊബൈൽ. ഇതാണ് അടുത്തവൻ. പിന്നെയും ഒരു ഫാൻറ്റസിയാണ്, ഹാക്കോ ടൈപ്പ് D. ഇതും എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫാൻറ്റസി എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല, സൂപ്പറായിട്ടുണ്ട് സാധനം. അതുകൊണ്ട് നമ്മൾ ഇവനെ എടുത്തു. ഇവനാണ് നമ്മുടെ മൂന്നാമത്തെ ആള്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരു ബ്ലൂ കളർ, റെഡ് കളറൊക്കെ മാർക്കറ്റിൽ ഇറങ്ങിയായിരുന്നു. വെസ്പ 90 SS സൂപ്പർ സ്പ്രിന്റ് 1966 മോഡലാണ്. ഇതൊരെണ്ണം. ഇനി വരുന്നവരാണ് താരങ്ങളൊക്കെ. ഇവനാണ് മെസററ്റി ഷാമൽ. ഇവനും ഒരു അടിപൊളിയാണ്. എനിക്ക് കളറും കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൂപ്പറായിട്ടുണ്ട് കളറും കാര്യങ്ങളും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഹോട്ട് വീൽസ് കിട്ടുന്നത് തന്നെ ഇപ്പോൾ സ്വർണം പോലും നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും, പക്ഷെ ഹോട്ട് വീൽസ് കിട്ടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. അടുത്തവൻ വന്ന് 71 ലംബോഗിനി മ്യൂറ SV. ഇവനാണ് അടുത്ത ആള്. അതിൻ്റെ ആ ഒരു ഗോൾഡൻ ഡിസൈൻ അത് സൂപ്പറായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഗോൾഡൻ ലൈൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ്. അപ്പോൾ 68 ലോട്ടസ് ടൈപ്പ് 49. നമുക്ക് 24ൻ്റെ കളക്ഷൻസ് മുഴുവൻ ഒരു വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം ലിമിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം മോന് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളുമായിട്ട് ബിസി ആയിട്ട് ഓടി നടക്കുക. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല. അവന് ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധിയുള്ളത്. ആ ഒരു ദിവസം അവനെ പിടിച്ചിട്ട് കൊന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ 24ൻ്റെ ഫുൾ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ ഒരു കളക്ഷൻ്റെ വീഡിയോ, ഹോട്ട് വീൽസ് മാത്രമായിട്ടുള്ള കളക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ ഇവിടെ വയ്ക്കാം. അടുത്തത് വന്ന് 70 ഡോഡ്ജ് ഹെമി ചലഞ്ചർ. ഇതും സൂപ്പറാണ്, നല്ലൊരു കളർ, അടിപൊളിയായിട്ടൊരു കളറുണ്ട്. അതിൻ്റെ ഇവിടെ ഡോഡ്ജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലൈനും ഡീറ്റെയിലിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു 30 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവൻ്റെയും ഒരു പ്രത്യേകത. പിന്നെ അടുത്തതൊരു 67 ഓസ്റ്റിൻ മിനി വാൻ. ഇതും സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ഓറഞ്ചും ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കലക്കിയിട്ടുണ്ട്. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് വണ്ടിക്ക്. ആ ഒരു ഫ്ലാഗിൻ്റെ ഡിസൈനും ഒക്കെ കാര്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കാണാൻ. അടുത്തത് നമ്മുടെ ഗോൾഡൻ മ്യൂറെ. ഇതും സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ,
കിട്ടാതെ കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ആക്രാന്തം പിടിച്ച എല്ലാം കൂടെ എടുത്തു. അതാണ് MRP കൂടും കൂടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമുക്ക് ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് 179 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സാധനങ്ങൾ. പിന്നെ ഇതെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പും വന്നിട്ടുള്ളതാണ്. പോർഷയുടെ 911 കെരേര ഒരു കീചെയിൻ. ഇതാണ് കീചെയിൻ്റെ ഒരു ക്ലിപ്പ്, അതുപോലത്തെ മോഡലാണ്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കീ ഒക്കെ ഇടാൻ പറ്റും. അത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആയിരുന്നു. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക്, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ സിംഗർ 21C. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും വലിയ ഇതായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ChatGPT ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊരു അമേരിക്കൻ കമ്പനിയുടെ കാറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ ഓൾമോസ്റ്റ് നിറയെ പാർട്സ് വന്ന് 3D പ്രിൻ്റഡ് ആണ്. 23 എന്തോ ഇത് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് നമ്മുടെ അടുത്ത ആള്. അടുത്ത വന്ന് 89 Mercedes Benz 560 SCC AMG. ഇവനാണ് അടുത്ത ആള്. ഇതും കളറും കാര്യമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലോഗോവും കാര്യമൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നമ്മളിതൊന്നും തുറക്കാൻ പോകുന്നില്ല, അതാണ് ഏറ്റവും. ഹോട്ട് വീൽസ് അങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണ് നമ്മുടെ ഒരു, ഞാൻ മുമ്പിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ സൂക്ഷിക്കും. എൻ്റെ ഷോക്കേസിൻ്റെ ഒരു വീഡിയോ ഞാൻ റിവീൽ ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. കാരണം നമ്മുടെ കുറേ അൺബോക്സിങ് മിസ്സായ വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഷോക്കേസിൻ്റെ ഫുള്ളൊരു റിവീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഷോക്കേസിൻ്റെ ബാക്ക് സൈഡ് ഫുൾ ഹോട്ട് വീൽസ് ആണ് ഇങ്ങനെ ഫുള്ളായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ്, ഒന്നും അൺകാർഡ് ചെയ്യുന്നേ ഇല്ല ഞാൻ. അടുത്തത് വന്ന് കുറേ നാളായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഡിസ്നീൻ്റെ ഒരു സ്ട്രീം ബോട്ട്, നമ്മുടെ മിക്കി മൗസിൻ്റെ. ഇത് ഞാൻ എവിടെയൊക്കെ കണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ കുറേ പേരുടെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു മോനോട് എനിക്ക് ഇതൊരെണ്ണം വേണമായിരുന്നു എന്ന് പറഞ്ഞ്. നമ്മൾക്ക് എന്താ പറയുക, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കയ്യിൽ കിട്ടി. ഇത് തന്നെയാണ് അടുത്തവൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ കോമ്പിനേഷനും കാര്യമൊക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇവിടെ ഒരു മിക്കിയുടെ പടം കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് സാധനം. അടുത്ത ആൾ വന്ന് നമ്മുടെ നിസാൻ ലീഫ് നിസ്മോ. ഇവൻ TH ആണ്, അതും നമുക്ക് കിട്ടി. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി ഒരു ലീഫ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ. ശരിക്കും ഒരു അടിപൊളിയായിട്ടൊരു ഫ്ലൂറസൻ ഗ്രീൻ EV ആണ്, അതും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട് ആ മൊത്തം സാധനം. അടുത്തത് 19 ഷെവി സിൽവറാഡോ. ഇതൊരു ഫാൻറ്റസിയാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട് വന്ന ആ സ്നൂക്കറിൻ്റെ ഒരു ബോൾ ഇവിടെ ഉണ്ട് 8 നമ്പറിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ട് എടുത്തതാണ്. കാണാൻ ഒരു രസമുണ്ട്. വലിയ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല, ഫാൻറ്റസി ആകുമ്പോൾ ഒന്നും പറയാനില്ലല്ലോ, പക്ഷേ ആ ഒരു ഭംഗി, അതുകൊണ്ട് മാത്രം എടുത്താണ്. പിന്നെ 2025 കാർഡാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ലേറ്റസ്റ്റ് ആണ് ആള്. അടുത്തതും ഒരു ഫാൻറ്റസിയാണ്, ഡ്രാഗൺ വാഗൺ. പിന്നെ കിട്ടിയത് ഒരു 67 മസ്റ്റാങ്. ഇതും സൂപ്പറാണ്. മസിൽ കാർ ആസ് യൂഷ്വൽ, പറയേണ്ട ആവശ്യമില്ല. മസിൽ കാർ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മസിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക്, അതിൽ ഒരു വൈറ്റ് ലൈൻ, സൂപ്പറായിട്ടുണ്ട്. അടുത്തത് ഹോണ്ടയുടെ മോട്ടോ കോംപോ, ഒരു ചെറിയ ബൈക്ക്. ഇവനും എനിക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു മിനി ബൈക്ക്, അതാണ് സാധനം എന്ന് തോന്നുന്നു. ഇവനാണ്. ഇവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് കിട്ടിയ കളക്ഷൻ ഓവറോൾ ഈ JKസിൽ വന്നിരിക്കുന്നതൊക്കെ ഓവറോൾ എന്താ അടിപൊളി കളക്ഷൻസ് ആണ്. അടുത്ത കേസ് അത്ര വലിയ മെച്ചമില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. ഉടനെ തന്നെ അതും ഇറങ്ങുമെന്ന് അറിഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ അതും മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് അറിയാൻ എൻ്റെ ഷോപ്പ് കീപ്പർ പറഞ്ഞത്.
പക്ഷെ അതിൽ അത്ര വലിയ കാര്യമായിട്ടുള്ള കാശൊന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കാം നമുക്ക്. അടുത്ത വന്ന് റെനോൾട്ടിൻ്റെ ഒരു ഇ സ്പേസ് F1. അതും നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്, സൂപ്പറായിട്ടുണ്ട്. ആ യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. റെനോൾട്ടിൻ്റെ സൂപ്പർ. പിന്നെ നമ്മുടെ 95 മാസ്ദ RX-7 ഡ്രിഫ്റ്റ്. ഇതടുത്ത് നമ്മുടെ കുപ്ര ഇറേസർ അല്ല കേട്ടോ, ഇറേസർ. ഇവനും ഓക്കെ, EV ആണ്, EV ഇട്ടിട്ടുണ്ട് ഇവിടെ. നന്നായിട്ടുണ്ട്, നല്ല ഡിസൈൻ ഇഷ്ടമായി, കളർ ഇഷ്ടമായി. ഏകദേശം ഒരു മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷിലുള്ള പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു 96 ഡോഡ്ജ് വൈപ്പർ GTS. സൂപ്പറായിട്ടുണ്ട്, നല്ല കളർ, അടിപൊളിയായിട്ടുണ്ട്. വൈപ്പർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനും ഇപ്പോഴാണ് കാണുന്നത്. കടയിലെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ ഓവറോൾ ഇതെന്ന് പറഞ്ഞ് എടുക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇവരെയൊക്കെ ശരിയായിട്ടൊന്ന് കാണുന്നത് ഞാനും. അടുത്തത് ടൊയോട്ടയുടെ GR86 കപ്പ്. ഇത് വന്ന് 1978 ഡോഡ്ജ് റെഡ് എക്സ്പ്രസ് ട്രക്ക്. അടുത്തത് നമ്മുടെ ഫോർഡ് GT. നിങ്ങളെ കാണിച്ച ശേഷമാണ് ഞാൻ ആക്ച്വലി കാർ കാണുന്നത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 15 ലാൻഡ് റോവർ ഡിഫൻഡർ ഡബിൾ ക്യാബ്. എന്താ ഇതിൻ്റെ പ്രത്യേകത ഞാനും നോക്കട്ടെ. ഓക്കെ, ഡബിൾ ക്യാബാണ്, അതാണ് പ്രത്യേകത. ഇതാണ് അടുത്തവൻ. അടുത്തത് നമ്മുടെ ബാറ്റ് ആൻഡ് റോബിൻ ബാറ്റ് മൊബൈൽ. ഇവൻ പിന്നെ 62 കോർവെറ്റ് ഗ്യാസർ. ഇപ്പോൾ ഇവനാണ് 62ൻ്റെ ഒരു കോർവെറ്റ്. ആക്ച്വലി ഈ കേസിൽ വരുന്ന STH ഇവനാണ്, പക്ഷേ ഇത് STH അല്ല, JKSൻ്റെ STH ഇവനാണ്. ആൻഡ് TH ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രീൻ ലീഫ് ഒരു നിസാൻ്റെ ലീഫ്, അതിന് ആ പച്ച കളറാണ് എനിക്ക് ഗ്രീൻ ലീഫ് എന്ന് വായിൽ വന്നത്, സോറി. നിസാൻ്റെ ലീഫ് ഇവനാണ് TH. ആൻഡ് ഇതാണ് STH ആയിട്ട് വരേണ്ടത്, പക്ഷേ ഇവൻ STH അല്ല. STH കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബ്ലിങ്കിറ്റിൽ വരുവാണെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇവൻ ഒരു ഇമ്പോർട്ടഡ് കാർഡാണ്, ഈ കേസിൽ വന്നതല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ ഇവൻ്റെ ബാക്ക് സൈഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ലേ, ഗോട്ടാഗോ എന്നാ ഇവൻ്റെ പേര്. നമുക്ക് പോകുമ്പോൾ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ്, അത് തന്നെ കൊണ്ടു നടന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവം. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവനെ കണ്ടപ്പോൾ, അതുകൊണ്ട് എടുത്താണ്. ഇതിൻ്റെയും ഞാൻ ഒരു വീഡിയോ ആക്ച്വലി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് ഞാൻ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ കടയിൽ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടഡ് കാർഡാണ്, ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം. പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഭംഗിയുണ്ട്. നമ്മുടെ കളക്ഷനിൽ എന്താ, ഒരു വണ്ടിപ്രാന്തന്മാർക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എന്ത് കണ്ടാലും അവർ ആ ബ്രാൻഡും എൻ്റെ മേക്കും കാര്യമൊന്നും നോക്കാറില്ല, അങ്ങോട്ട് വെക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്താണ് ഇവനെ. ഇന്നത്തെ നമ്മുടെ ഈ JKSലെ താരങ്ങൾ എന്ന് വേണേൽ പറയാം. എല്ലാവരും ഇങ്ങനെ നോക്കി ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫുൾ വെയിറ്റിങ്ങിലായിരിക്കും ഇവരെ കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ലാസ്റ്റ് വരെ വെച്ചിരുന്നത്. ഒരാൾ നമ്മുടെ F1 മെർസിഡീസിൻ്റെ AMG ഫോർമുല 1 ടീമിൻ്റെ ആണ്. നമുക്ക് F1 ഒരു 5 പാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ താമസിയാതെ തന്നെ ബാക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇവനെ ഒഴിക്കട്ടെ. ഇനി രജനീകാന്ത് പറയുന്ന പോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ഫെറാറി SF90. ഇവനെ എല്ലാവരും വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. ഞാൻ FBയിലും എൻ്റെ ഗ്രൂപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു JKS കിട്ടിയെന്ന്.
അപ്പം എല്ലാവരും ചോദിച്ചത് ഇതൊരെണ്ണം ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്നാണ്. പക്ഷെ സാധനം ഇല്ല, അതാണ് പ്രശ്നം. ആ ഷോപ്പ് കീപ്പർ തന്നെ പറഞ്ഞത് അയാൾക്ക് കിട്ടിയത് 2 കേസാണ്. അതിൽ ഒരു കേസിലെ ഐറ്റം മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ, ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് തരുന്നത്, അങ്ങനെ കിട്ടി. അപ്പോൾ ഇവനാണ് ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ഫുൾ കളക്ഷനിലെ ബ്യൂട്ടി എന്ന് വേണം പറയാൻ. ഇവനും നമ്മുടെ F1 ആണ് ഫുൾ കളക്ഷനിലെ ബ്യൂട്ടി എന്ന് പറയാൻ. ഇവ രണ്ടും ഇതാണ് JKസിൻ്റെ മെയിൻ ഡബ്ബാകാലി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക പെഹണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ JKസിൽ നിന്ന് ഫുള്ളായിട്ട് അടിച്ചു മാറ്റിയതല്ല, വിലയോടത്ത് മേടിച്ചതാണ് കേട്ടോ. ഫുള്ളായിട്ട് എടുത്ത സംഭവങ്ങൾ ഇവ രണ്ടും നമ്മുടെ രാജാവ് റാണി എന്ന് വേണേൽ പറയാം. ഇവനൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഇവരാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് വേണം പറയാൻ. അപ്പോൾ ബാക്കിയുള്ള കേസുകൾ ഇനി ഇന്ത്യയിലോട്ട് ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷോപ്പ് കീപ്പർ പറഞ്ഞു ഒന്ന് KKs 2 വീക്കിനുള്ളിൽ വരും എന്നാണ്. മാക്സിമം 2 വീക്സ് എന്നാണ് പറഞ്ഞത്. നോക്കാം, KKs കിട്ടിയാൽ അതും നമുക്ക് നോക്കാം. പക്ഷേ കെയിൽ ഞാൻ പറഞ്ഞില്ല അത്രയും നല്ലതായിട്ടുള്ള ഒന്നും ഇല്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴും കണ്ടത് അങ്ങനെയാണ്. വലിയ കളക്ഷനൊന്നും പറയാനില്ല. നോക്കാം, കിട്ടിയാൽ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ വരുള്ളൂ. എനിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന അനുസരിച്ചാണ് ഒരു വീഡിയോസ് കൂടുതൽ നമുക്ക് ഇടാൻ വേണ്ടി ഒരു എന്താ പറയുക ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. താങ്ക് യു.